പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം സപ്തമസ്കന്ധം ദ്വാദശോധ്യായ. നാരദ ഉവാച ബ്രഹ്മചാരീ ഗുരുകുലേ വസന്താന്തോ ഗുരോർഹിതം ആചരൻ ദാസവൻ നീചോ ഗുരൗ സുദൃഢസൗഹൃദ. കഴിഞ്ഞ അധ്യായത്തിൽ ആരംഭിച്ചതാണ് ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളെ പറ്റിയുള്ള വിവരണം, സദാചാര നിർണയം എന്ന് പറയുന്നത്. അതിൽ പൊതുവായിട്ടുള്ള ധർമ്മങ്ങളും അതുമാതിരി എന്താണ് ആശ്രമങ്ങൾ എന്നൊക്കെ ചെറുതായിട്ട് പറഞ്ഞു. വർണ്ണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ സൂചിപ്പിച്ചു. ഇനി ഈ അധ്യായത്തിൽ ബ്രഹ്മചാരിയുടെയും വാനപ്രസ്ഥൻ്റെയും ധർമ്മങ്ങൾ പറയുകയാണ്. എന്താണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, അതുമാതിരി സന്യാസം, ഇങ്ങനെയാണ് 4 ആശ്രമങ്ങൾ. ഇതിൽ ആദ്യത്തെയാണ് ബ്രഹ്മചാരി. നാരദ മഹർഷി പറയുകയാണ് ബ്രഹ്മചാരി എന്ത് ചെയ്യണം? ബ്രഹ്മചാരി ഗുരുകുലേ വസൻ, ഗുരുകുലത്തിൽ വസിക്കുന്ന സമയത്ത് എങ്ങനെയാണ്? ദാന്ത, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായിട്ട്, ഒപ്പം തന്നെ നീച ദാസവൽ ഗുരൗ, അതായത് ഗുരുവിൻ്റെ മുമ്പിൽ ഒരു ഭൃത്യനെ ദാസനെ പോലെ താണവനായിട്ട്, സുദൃഢ സൗഹൃദ, അടിയുറച്ച സൗഹൃദത്തോടുകൂടി ഗുരോ ഹിതം ആചരൻ, അങ്ങനെ ഗുരുവിൻ്റെ ഹിതത്തെ നിറവേറ്റുന്നവനായിട്ട് ഭവേൽ, അതായത് ആചരിക്കണം എന്നാണ് പറയുന്നത്. സായം പ്രാതരുപാസീത ഗുർവജ്ഞർക്ക സുരോത്തമൻ ഉപേ സന്ധ്യേയ യഥവാൻ ബ്രഹ്മസമാഹിത. അല്ല, ഇങ്ങനെയാണ് സായം പ്രാതരുപാസീത, പ്രഭാതത്തിലും അതുമാതിരി വൈകുന്നേരത്തും എങ്ങനെയാണ് ഏകാഗ്രതയോടെ സമാഹിത യഥവാക് മൗനത്തോടുകൂടി ഇരുന്നിട്ട് ഗുരു, അഗ്നി, അർക്ക, സുരോത്തമാൻ, ഇവരെയൊക്കെ, അതായത് ഗുരു, സ്വന്തം ഗുരുവിനെ, അതുമാതിരി അഗ്നിയെ പൂജിക്കണം, സൂര്യൻ, അതുമാതിരി ഇന്ദ്രാദി ദേവന്മാർ, ഇവരെയൊക്കെ ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മജപൻ, ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് ഉഭേ സന്ധ്യേജ, ഈ രാവിലെയും വൈകുന്നേരമുള്ള സന്ധ്യകളിൽ ഉപാസിക്കണം ഇവരേക്ക. എന്നിട്ടോ ചന്ദാം സതീത ഗുരോ രാഹൂതശ്ചേന്ദ്രിക ഉപക്രമേ അവസാനേച്ച ചരണൗ ശിരസാ നമേൽ. എന്താണ് ആഹൂത ചേൽ, വിളിക്കപ്പെട്ടെങ്കിൽ സുയന്ത്രി, നല്ല ഒതുക്കത്തോടുകൂടി ഗുരോ ഛന്ദാംസി അധീയത, ഗുരു വിളിക്കണ സമയത്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഗുരു വിളിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുക. എന്നിട്ടോ ഗുരു ഉപദേശിക്കുന്ന ആ വേദങ്ങളെ അധ്യയനം ചെയ്യണം. എന്നിട്ടോ ഉപക്രമേ അവസാനേ അതായത് തുടക്കത്തിലും അവസാനത്തിലും ശിരസാ ചരണവും നമേൽ, അധ്യയനം തുടങ്ങുന്നതിന് മുമ്പായിട്ടും അധ്യയനത്തിന് ശേഷവും തൻ്റെ ശിരസ് കൊണ്ട് ഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ സ്പരിശിച്ചുകൊണ്ട് നമസ്കരിക്കണം. മേഖലാദിനവാസാംസി ജടാദണ്ഡ കമണ്ഡലുൻ ബിഭൃയൽ ഉപവീതം ച ദർഭവാണിർ യഥോദിതം. ആ ബ്രഹ്മചാരിയുടെ എന്താണ് വിധിക്കപ്പെട്ടുള്ളതാണ് മേഖല, കൃഷ്ണാജിനം, അതുമാതിരി വസ്ത്രം, ജട, കമണ്ഡലു, ദണ്ഡം, യജ്ഞോപവീതം, ഇതൊക്കെ വേണ്ട രീതിയിൽ ധരിക്കണമെന്നാണ്. എന്താണ് ദർഭവാണി, കയ്യിലുള്ള ദർഭ കൊണ്ടുള്ള പവിത്രം ഇട്ടിരിക്കണം. വസ്ത്രം മാന്തോലാണ് വസ്ത്രമായിട്ട് കൊടുക്കേണ്ടത്. പിന്നെയോ മുടിയൊക്കെ ജട പിടിച്ചിട്ട് ഇരിക്കണം. കയ്യിൽ ദണ്ടുണ്ടാവും, ജലപാത്രം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ആ ബ്രഹ്മചാരിയുടെ ലക്ഷണങ്ങൾ. ഇതൊക്കെയാണ് വിധിപ്രകാരമുള്ള ലക്ഷണങ്ങൾ. സ്വയം പ്രാതശ്ചരേൽ ഭൈക്ഷം ഗുരവേ തന്നിവേദയേൽ ഭുഞ്ജീതയേൽ അനുജ്ഞാതോ നോചേൽ ഉപവസേൽ കൊതിൽ. പ്രാതസായം ഭൈക്ഷം ചരേൽ, രാവിലെയും വൈകുന്നേരത്തും ഭിക്ഷാടനം ചെയ്യണം. തത് ഗുരവേ നിവേദയിൽ, എന്നിട്ടോ ഭിക്ഷ ലഭിച്ചത് എന്ത് ചെയ്യണം? തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. അനുജ്ഞാതയതി, ഗുരു അനുവദിക്കുകയാണെങ്കിൽ അതെടുത്ത് ഭക്ഷിക്കാം. പുഞ്ചീര കൊച്ചിൽ എപ്പോഴെങ്കിലും നോ ചേൽ, അഥവാ ഗുരു പറയണം ഇപ്പം കഴിക്കേണ്ട എന്ന് പറയുകയാണെച്ചാൽ അനുവദിക്കാഞ്ഞാൽ ഉപവസിക്കണം. ചേൽ, അന്ന്
ഉപവാസിക്കുന്ന വേണം. സുശീലോ മിതഭുക് ദക്ഷ ശ്രദ്ധദാനോ ജിതേന്ദ്രിയ യാവതർത്ഥം വ്യവഹരേ സ്ത്രീഷു സ്ത്രീനിർജിതേഷു ച. അതേമാതിരി തന്നെ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ജിതേന്ദ്രിയം, ഇന്ദ്രിയങ്ങളുടെ ജയം ശീലിച്ചിട്ട് സുശീല, നല്ല സൽസ്വഭാവിയായിട്ട്, മിതഭുക്, മിതമായിട്ട് മാത്രം ആഹാരം കഴിക്കുന്നവനായിട്ട്, ദക്ഷ, അതേ സമയത്ത് തന്നെ പ്രവൃത്തികളിലൊക്കെ നല്ല സമർത്ഥനായിട്ട്, ശ്രദ്ധദാന, ശ്രദ്ധാലുവായിട്ടിരിക്കുന്ന, ആ പഠനം താൻ പഠിക്കുന്ന കാര്യങ്ങളിലാണല്ലോ ഉപദേശങ്ങളെല്ലാം വേണ്ട ശ്രദ്ധയോടുകൂടി തൻ്റെ ഒപ്പം തന്നെ പ്രവൃത്തികളിലും നല്ല ശ്രദ്ധ വേണം. ശരിയായിട്ടുള്ള രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടൂ. പിന്നെയോ സ്ത്രീഷു സ്ത്രീനിർജിതേഷു ച യാവതർത്ഥം വ്യവഹരയിൽ, സ്ത്രീകളുടെ ഇടയിലും അതുമാതിരി ഈ സ്ത്രീജിതന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെയൊക്കെ അടുത്ത് ഒഴിച്ചുകൂടാണ്ട് ഇരുന്നാൽ മാത്രം പോയിട്ട് പെരുമാറാം എന്നാണ് പറയേണ്ടത്. അല്ലെങ്കിൽ പരമാവധി അത് ഒഴിവാക്കണം. വർജയയിൽ പ്രമദാഗാധം അഗൃഹസ്ഥോ ബൃഹൽവ്രത ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്ത്യവിയതേർമനാ. ഇതാണ് ഇന്ദ്രിയങ്ങൾ ജയിക്കുമ്പോൾ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞിട്ടില്ലേ, രസനേന്ദ്രിയവും ജനനേന്ദ്രിയവുമാണ് ജയിക്കാൻ വളരെയധികം വിഷമമുള്ളതെന്നുള്ളത്. അതുകൊണ്ട് അതായത് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാതെ ബൃഹൽവ്രത നൈഷ്ഠിക ബ്രഹ്മചര്യത്തിലിരിക്കുന്നവൻ എന്ത് ചെയ്യണം? പ്രമദാഗാധാം, വർജയിൽ സ്ത്രീകളുമായിട്ടുള്ള സല്ലാപം വർജിക്കന്നെ വേണമെന്നാണ് പറയണത്. പ്രമാധീനി, കാരണം എന്താ വെച്ചാൽ പ്രമാധീനി ഇന്ദ്രിയാണി, ആ ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെ വളരെ വേഗത്തിൽ ഭ്രമിപ്പിക്കുന്നതാണ്. അത് യഥേ മന അവേ ഹരന്തി, അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിനെ, അപ്പോൾ സന്യാസിയായിട്ട് കാര്യമൊന്നുമില്ല, ആ യത്നം ചെയ്യുന്ന സന്യാസിയുടെ മനസ്സിനെ പോലും അത് അപഹരിക്കുന്നു പറയുകയാണ്. അതുകൊണ്ട് എപ്പോഴും ജാഗരൂകരായിരിക്കണം. ഈ സ്ത്രീ വിഷയത്തിലോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ, കാമത്തിൽ ഒരിക്കലും ആഗ്രഹം പാടില്ല, ഇന്ദ്രിയങ്ങളെ അതിൽ നിന്ന് നിയന്ത്രിക്കണമെന്ന് പറയുകയാണ്. എന്നിട്ടോ കേശപ്രസാദനോന്മർദ്ദ സ്നപനാഭ്യഞ്ജനാധികം ഗുരുസ്ത്രീ യുവതിഭി കാരയന്നാത്മനോ യുവാ എങ്ങനെ അത് ആ യുവാവായിട്ടുള്ള ബ്രഹ്മചാരി യുവതിഭി ഗുരുസ്ത്രീഭി, യുവതികളായിട്ടുള്ള ഗുരുകുലത്തിലെ സ്ത്രീകളെ കൊണ്ട് ആത്മന തൻ്റെ തലമുടി കെട്ടിക്കുക, അതുമാതിരി ശരീരം തിരുമ്മിപ്പിക്കുക, കുളിപ്പിക്കുക, എണ്ണത് ഇങ്ങനത്തെ പ്രവൃത്തികളൊന്നും എന്നാൽ ഒരിക്കലും ചെയ്യിപ്പിക്കാൻ പാടില്ല. സ്ത്രീകളെ അടുത്ത് പോകാനേ പാടില്ല. ഗുരുകുടുംബത്തിൽ അവരുടെ അല്ല കൂടെയുള്ള കുട്ടികളാണെങ്കിൽ കൂടിയിട്ട് അവരുടെ അടുത്തും കൂടി, യുവതികളാണെങ്കിൽ കൂടിയിട്ട് അവരുടെ അടുത്തും കൂടി ഒരിക്കലും പോകരുതെന്ന് പറയുകയാണ്. അവരെ കൊണ്ട് പ്രവൃത്തികൾ ചെയ്യിക്കുകയൊന്നും പാടില്ല. നന്നു അഗ്നി പ്രമദാനാമ ഘൃതകുംഭസമപ്പുമൻ സുതാമവിരഹോ ജഹ്യൽ അന്യത യാവതർത്ഥകൾ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമദാനാമ അഗ്നി, അതായത് സ്ത്രീ എന്ന് പറയണത് എന്താണ്? ഒരു അഗ്നിയാണെന്ന് പറയാണ്. പുമാൻ തു പുരുഷനോ ഘൃതകുംഭസമ നനു, ആ പുരുഷൻ എന്ന് പറഞ്ഞാലോ ആ അഗ്നിയുടെ അടുത്തുള്ള നെയ്യ് നിറച്ചുള്ള ഒരു കുടത്തിന് തുല്യാണെന്ന് പറയാണ്. അപ്പോൾ ഏകാന്തത്തിരിക്കുന്ന സമയത്ത് സുതാമഭി, തൻ്റെ മകളെ പോലും അടുത്ത് വന്നിരിക്കാൻ സമ്മതിക്കരുത്, ജഹിയാൽ അടുപ്പിക്കരുത് എന്ന് പറയണം. അന്യത അല്ലാത്തപ്പോൾ യാവതർത്ഥകൾ, അവളുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി കൊടുക്കുന്നവനാകണം. ഇപ്പോൾ എല്ലാം രഹസ്യത്തിലല്ല, പുറത്തായാൽ കൂടിയിട്ട് എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾ അത് നടത്തിപ്പിക്കാൻ വേണ്ടി മാത്രമേ സ്വന്തം മകളെ കൂടി കാണാൻ പാടൂ എന്നാണ് പറയുന്നത്. കാരണം സ്ത്രീ അതാണ്, സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അഗ്നിയാണ് പുരുഷൻ എന്നുള്ളത്. അതായത് ആഗ്രഹങ്ങളെ പെട്ടെന്ന് നമ്മളെ വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ അഗ്നി ഈ നെയ്യ് ഒഴിക്കണ മാതിരി അഗ്നി കണ്ട ആളി കത്തുക ഉണ്ടാവുക. അത് മനസ്സിലാക്കണം. കൽപ്പയിത്വാത്മനായാവൽ ആഭാസമിതമീശ്വര ദ്വൈതം താവന്ന വിരമേൽ തതോ ഹ്യസ്യ വിവല്യയാ. കാരണം ഇത് എന്തിനാ? കാരണം ആത്മനാ ഇതം ആഭാസം കൽപ്പയിത്വ യാവൽ ഈശ്വര. ഇനി എങ്ങനെയാണ്, അതായത് നമ്മൾ സാധാരണ രീതിയിലുള്ള ആൾക്കാരുടെ കഥയെ പറയുന്നത്, ഇതെല്ലാം ഈ ദ്വൈതഭാവം ഇല്ലാണ്ട് താൻ ആത്മാവാണെന്നുള്ള ഭാവം എത്തിക്കഴിഞ്ഞതൊന്നുമില്ല. അങ്ങനെ എത്താത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ആ അസ്വതന്ത്രനാണ് നമ്മൾ പറയും. അവർക്ക് സ്ത്രീ പുരുഷ ഭേദമുണ്ട്, അപ്പോൾ അത് അകലുമില്ല. അതുകൊണ്ട് അവന് വിപരീത ഭാവം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഒരിക്കലും സ്ത്രീ പുരുഷന്മാരുള്ള ഭാവമുള്ള ആൾക്കാർക്ക്, അതായത് താൻ എല്ലാത്തിനും അതീതനാണ്, ഇത് ഭാവം സിദ്ധിക്കാത്ത ആൾക്കാർക്ക് ഈ ദ്വൈതം എന്നർത്ഥം ഈ നേരത്തെ പറഞ്ഞുള്ള ഈ സ്ത്രീ വിഷയം ഉള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് വേണമെന്ന് പറയുകയാണ്. ഏതൽ സർവം ഗൃഹസ്ഥസ്യ സമാംനാദം യതേരവി ഗുരുവൃത്തിർവികൽപേന ഗൃഹസ്ഥസ്യർത്തുഗാമിന. ഏതൽ സർവം, ഈ നേരത്തെ പറഞ്ഞുള്ള നിയമങ്ങളെല്ലാം ഗൃഹസ്ഥസ്യ
യതേ അഭി, അതായത് ഒരു ഗൃഹസ്ഥാശ്രമിക്കും അതുമാതിരി സന്യാസിക്കും കൂടി സമാമ്നാദം ശാസ്ത്രത്താൽ വിധിക്കപ്പെട്ടതാണെന്ന് പറയുകയാണ്. ഋതുകാലത്ത് പത്നീഗമനം ചെയ്യുക എന്നുള്ളത് ഗൃഹസ്ഥന് അനുവദനീയാണെന്ന് പറയുകയാണ്. ഗുരുവൃത്തി വികൽപ്പേന, അതുമാതിരി അധ്യാപന വൃത്തി വൈകൽപ്പികവുമാണ് എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ വികൽപ്പേത എന്ന് പാഠാന്തരം. എന്താണ് ഈ, അതായത് ഗൃഹസ്ഥന് ആചാര്യസ്ഥാനം വൈകല്പികമാണെന്നാണ്, അതായത് നിർബന്ധമല്ല എന്നാണ്. ശരിക്കും സന്യാസിക്ക് ഏറ്റവും അധികം ആചാര്യസ്ഥാനം, എന്നാലോ വേണച്ചാ ചെയ്യുക, അതാണ് വൈകല്പികം എന്ന് പറയാൻ കാരണം. പിന്നെയോ അഞ്ജനാഭ്യഞ്ജനോന്മർദ്ദ ത്ര്യവലേകാമിഷം മധു ശ്രഗന്ധലേപാലങ്കാരം ത്യജേയുർയേ ധൃതവ്രത, അതുമായി ധൃതവ്രതായേ നല്ല ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് അഞ്ജന അഭ്യഞ്ജന ഉന്മർദ്ദ സ്ത്രീ അവലേഖ ആമിഷം, ഈ നേരത്തെ പറഞ്ഞുള്ള എല്ലാം ഉപേക്ഷിക്കേണ്ടതാണെന്ന് പറയുകയാണ്. എന്തൊക്കെയാണ്? കണ്ണെഴുതുക, തേച്ചു കുളിക്കുക, ശരീരമൊക്കെ ഒഴിഞ്ഞ അഭ്യംഗം ഇതൊക്കെ ചെയ്യുക, അതുമാതിരി സ്ത്രീകളെ നോക്കുക, മാംസഭക്ഷണം, മദ്യപാനം, പിന്നെയോ സ്രഗന്ധ ലേപ അലങ്കാരൻ, നല്ല എന്താണ് സുഗന്ധമായിട്ടുള്ള മാലകൾ ചൂടുക, കുറിക്കൂട്ടണിയുക, ഭൂഷണാദ്യ അലങ്കാരങ്ങൾ, ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് ബ്രഹ്മചാരി. ഉഷിത്വൈവം ഗുരുകുലേ ദ്വിജോധിത്യാവബുദ്ധ്യത ത്രയിം സാംഗോപനിഷദം യാവദർത്ഥം യഥാബലം ദത്വാവരമജ്ഞാതോ ഗുരോ കാമം യരീശ്വര ഗൃഹം വനം വാ പ്രവിശേൽ പ്രവ്രജേൽ തത്ര വാവസേൽ. ഇങ്ങനെ ദ്വിജ ഉപനയന സംസ്കാരത്തിന് വിധേയനായവൻ, ദ്വിജത്വം പ്രാപിച്ചതിന് ശേഷമാണ് ഉപനയനം കഴിഞ്ഞിട്ടാണ് ഗുരുകുലത്തിൽ വാസം ഉണ്ടാവുക. അപ്പം അങ്ങനെ ആ ഗുരുകുലേ ഉഷിത്വ, ഗുരുകുലത്തിൽ വസിച്ചിട്ട് സാങ്കോപനിഷദം വേദാംഗങ്ങളോടും ഉപനിഷത്തുകളോടും കൂടിയ വേദത്രയത്തെ യാവദർത്ഥം ആവശ്യാനുസരണം യഥാബലം തനിക്കിനുള്ള ശക്തി പോലെ അധീത്യ പഠിക്കുകയും അവബുദ്ധിയ അതിൻ്റെ അർത്ഥജ്ഞാനം സമ്പാദിക്കുകയും ചെയ്തതിന് ശേഷം യതി ഈശ്വര കഴിവുള്ളവനാണെങ്കിൽ ഗുരോ കാമം വരം ദത്വ, ആ തൻ്റെ കഴിവിനനുസരിച്ച് ആചാര്യന്റെ ഗുരുവിന്റെ ഇഷ്ടാനുസരണം അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് അനുജ്ഞാത, അദ്ദേഹത്തിനാൽ അനുജ്ഞാതനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വനം വാ, വനത്തിലേക്കോ പ്രവേശിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പ്രവ്രജേൽ, അതായത് ഇതൊന്നും വാനപ്രസ്ഥവും വേണ്ട ഗൃഹസ്ഥാശ്രമം വേണ്ട, നേരിട്ട് സന്യസിക്കുകയും ചെയ്യാം. തത്ര വസയിൽ വാ, അവിടെ തന്നെ വസിക്കുവാന്ന്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് അങ്ങനെ ഗുരുകുലത്തിൽ ഗുരുവിനെ സേവിച്ചുകൊണ്ട് അവിടെ വസിക്കും. ഇങ്ങനെ ഏത് വേണിച്ചാൽ സ്വീകരിക്കാം. ഈ ഗുരുദക്ഷിണയൊക്കെ കൊടുത്തതിന് ശേഷം അഗ്നോ ഗുരാവാത്മനിജ സർവഭൂതേഷ്വധോക്ഷജം ഭൂതൈസ്വതാമഭിപശ്യേത് അപ്രവിഷ്ടം പ്രവിഷ്ടവൽ, സർവഭൂതേഷു അപ്രവിഷ്ടം അധോക്ഷജം, എല്ലാ ജീവജാലങ്ങളിലും ആ പ്രവേശിച്ചിട്ടില്ലാത്തവനായിട്ടുള്ള ശ്രീഹരിയെ, അതായത് അധോക്ഷജം അഗ്നൗ ഗുരൗ ആത്മനിക, അഗ്നിയിലും ആചാര്യനിലും തന്നിലും സ്വതാമഭി താൻ എന്താണ് അദ്ദേഹത്തിന്റെ ശക്തികളായ ഭൂതൈ ജീവജാലങ്ങളോടുകൂടി പ്രവിഷ്ടവൽ പ്രവേശിച്ചവനായിട്ട് പശ്യയിൽ ദർശിക്കണം എന്ന് പറയുകയാണ്. അതായത് എന്താണ് എല്ലാ ചരാചരങ്ങളിലും പ്രവേശിച്ചില്ലാത്തവനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവെ അഗ്നിയില് ഗുരുവില് ഒപ്പം തന്നിലും തൻ്റെ ശക്തികളായിട്ടുള്ള ആ ജീവജാലങ്ങളോട് കൂടിയിട്ട് പ്രവേശിച്ചവനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വേണം ആരാധിക്കാൻ എന്ന് പറയുകയാണ്. ഇങ്ങനെ ഇപ്രകാരം ജീവിക്കുന്നൊരു ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ഇങ്ങനെ 4 പേരും എങ്ങനെയാണ് ആ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു പറയുകയാണ്. ഏവം വിധോ ബ്രഹ്മചാരി വാനപ്രസ്ഥോ യതിർഗൃഹി ചരൻ വിദിത വിജ്ഞാന പരം ബ്രഹ്മാദിഗച്ഛതി. എന്താണ് ഈ വിജ്ഞാനം? അതായത് ആ എല്ലാറ്റിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആ ഭഗവാൻ തന്നെ എങ്ങനെയാണ് തൻ്റെ ജീവജാലങ്ങളോടുകൂടി തൻ്റെ ഉള്ളിൽ കഴിയുന്ന പ്രപഞ്ചവും എല്ലാം ആ ഭഗവാനാണെന്നുള്ള ഭാവത്തോടുകൂടി ഹരിസ്മരണോടുകൂടി കഴിയുന്ന ആൾക്കാർ ബ്രഹ്മചാരി ആയിക്കോട്ടെ, ഗൃഹസ്ഥാശ്രമി ആയിക്കോട്ടെ, വാനപ്രസ്ഥനായിക്കോട്ടെ, യതി ആയിക്കോട്ടെ, ആരായാലും അവർക്ക് എല്ലാവർക്കും പരബ്രഹ്മത്തെ പ്രാപിക്കാൻ കഴിയും.
വാനപ്രസ്ഥസ്യ വക്ഷ്യാമി നിയമാൻ മുനിസമ്മതൻ യാനാദിഷ്ടൻ മുനിർഗച്ഛേൽ ഋഷിലോകമിഹഞ്ജസ. ഇനി ഈ ബ്രഹ്മചാരിയുടെ ഇതിലെ ധർമ്മങ്ങൾ പറഞ്ഞതിന് ശേഷം വാനപ്രസ്ഥന്റെ ധർമ്മങ്ങളാണ് പറയുന്നത്, നിയമങ്ങൾ. മുനിസമ്മതാൻ വാനപ്രസ്ഥസ്യ നിയമാൻ വക്ഷ്യാമി. അതായത് മുനിമാർ അംഗീകരിച്ചിട്ടുള്ള വാനപ്രസ്ഥ ധർമ്മങ്ങളെയാണ് ഇനി പറയാൻ പോകുന്നത് എന്ന്. ഈ ലോകത്തിൽ യാൻ ആദിഷ്ടൻ മുനി, ഈ നിയമങ്ങൾ ആചരിക്കുന്ന വാനപ്രസ്ഥൻ അഞ്ജസ എളുപ്പത്തിൽ ഋഷിലോകം ഗച്ഛേ, ഋഷിലോകത്തെ പ്രാപിക്കും എന്ന് പറയണം. നൃഷ്ടപച്യമസ്നീയൽ അകൃഷ്ടം ചാപ്യകാലക അഗ്നിപക്വമതാമം വാ അർക്കപക്വമുദാഹരേൽ. കൃഷ്ണപച്യം അതായത് കൃഷി ചെയ്ത് വിളവ് ചെയ്തിട്ടുണ്ടാക്കണതോ, അകൃഷ്ടം തനിയെ മുളച്ചുണ്ടായതോ, അകാലത ചാപി മൂപ്പെത്താത്തതോ ആയ ഒന്നും അശ്നിയാൽ ഭക്ഷിക്കാൻ പാടില്ല. പിന്നെയോ അഗ്നിപക്വം തീയിൽ വേവിച്ചതോ ആമം പച്ചയായതോ ആയ ഫലമൂലാദിയും ഭക്ഷിക്കാൻ പാടില്ല. പിന്നെയോ എന്നാൽ അർക്കപക്വം വെയിലത്ത് ഉണക്കി വെച്ചത് വേണമെച്ചാൽ ഭക്ഷിക്കാം. വന്യൈശ്ചരു പുരോടാശൻ നിർഭവേൽ കാലചോദിതൻ ലബ്ധേ നവേ നവേന്നാദ്യേ പുരാണം തു പരിത്യജേ. ആ വാനപ്രസ്ഥാശ്രമം എങ്ങനെയാണ്? കാട്ടിലാണ് കഴിയുക. അപ്പോൾ ആ കാലചോദി അതാത് കാലത്തേക്ക് വേണ്ടുന്ന ചരു പുരോടാശൻ ഹവിസ് പുരോടാശം മുതലായ നിത്യകർമ്മങ്ങൾ ഇതിന്റെ യജ്ഞകർമ്മങ്ങൾ ചെയ്യുന്ന സംഭാരങ്ങളുണ്ടല്ലോ, അതെല്ലാം വന്യൈ നിർവവയിൽ കാട്ടിൽ നിന്ന് എന്താ കിട്ടിയത് വെച്ചാൽ അതുകൊണ്ട് നിർവഹിക്കണം എന്ന് പറയുകയാണ്. പിന്നെയോ അതങ്ങനെ സംഭരിച്ച് വെക്കുന്നില്ല, കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് നവേ അന്നാദ്യേ ലബ്ധേതു പുരാണം പരിത്യജയിൽ. പുതിയ അന്നാദികൾ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ പഴയതൊക്കെ പരിത്യജിക്കണം. അന്നന്നേക്ക് വേണ്ടത് മാത്രം സംഭരിച്ച് വെക്കാനേ പാടൂ. അഗ്നി അർത്ഥമേവ ശരണം ഉടജം വാ ത്രിഗന്ധരം ശ്രയേത ഹിമവായുഗ്നിർ വർഷാർക്കാദപഷാസ്വയം. ഈ ശരീരത്തിനെ വളരെയധികം ശരീരബോധം ഇല്ലാണ്ടേക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശരീരമല്ല താൻ എന്നുള്ള ബോധം ഉറപ്പിക്കാൻ വേണ്ടി ശരീരത്തിനെ തവിപ്പിക്കുന്ന രീതിയാണ് വാനപ്രസ്ഥത്തിൽ. അപ്പം അതിനു വേണ്ടിയിട്ട് ഈ ചെറിയൊരു കുടിലേക്കോ അദ്രിഗന്ധരം പർവ്വതത്തിലെ ഗുഹയിലുള്ളിലോ അഗ്നികളെ സംരക്ഷിക്കാൻ മാത്രം ശരണം ശ്രയേത ശരണം, അല്ലെങ്കിൽ പുറത്താണ് കിടക്കേണ്ടത്. ഈ അഗ്നി രക്ഷിക്കണമല്ലോ, ഈ അഗ്നിഹോത്രം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മാത്രം ചെറിയൊരു കുടിലോ പർവ്വതത്തിൻ്റെ ഗുഹയിലോ വേണമെച്ചാൽ താമസിക്കാമെന്നാണ് കേട്ടോ. ഹിമ വായു അഗ്നി വർഷ അർക്ക ആദപഷാട്ട്, മഞ്ഞ് കാറ്റ് കാട്ടുതീയ പേമാരി വെയില് എല്ലാം ഏറ്റുകൊണ്ട് സ്വയം തനിച്ചിരിക്കുക. ഇതൊന്നിലും കൂസാണ്ട് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കണമെന്ന് പറയുകയാണ്. കേശരോമ നഗസ്മശ്രു മലാനി ജടിലോദൽ കമണ്ടുവൽക്കലാഗ്നിപരിച്ചതൻ. ആ തലമുടി, അതുമാതിരി ശരീരരോമങ്ങള്, നഖം, താടി, മീശ, മാലിന്യം ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും അതുമാതിരി ജലപാത്രം, മാന്തോൽ എന്നിവയും ഒപ്പം തന്നെ ദണ്ഡ വൽക്കല അഗ്നി ഭരിച്ചത് യോഗദണ്ഡ് മരവുരി അഗ്നി സൂക്ഷിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ ഇവയും ധരിച്ചുകൊണ്ട് ജടാധാരിയായിട്ട് ജീവിക്കണം എന്ന് പറയാണ്. അതായത് എന്താണ് മഞ്ഞ് എന്താണ് ശരീരം കഴുകി വൃത്തിയാക്കാനുള്ള പരിശ്രമമൊന്നും പാടില്ല. ജട ധരിക്കണം, ദണ്ഡം, കമണ്ടലു, കൃഷ്ണാജനം, അഗ്നി സൂക്ഷിപ്പിക്കാനുള്ള സാമഗ്രികൾ ഇതൊക്കെ മാത്രമേ തൻ്റെ കൂടെ പരിഗ്രഹമായിട്ട് വെക്കാൻ പാടുന്നു പറയുകയാണ്. എന്നിട്ട് ഒപ്പം തന്നെ ചരേൽ വനേ ദ്വാദശാബ്ദാൻ അഷ്ടൗ വാ ചതുരോ മുനി ദ്വാവേകം വാ യഥാ ബുദ്ധിർ ന വിപദ്യേതകൃച്ഛ്രത. ഈ പറഞ്ഞില്ലേ ശരീരത്തിനെ തപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാനപ്രസ്ഥാശ്രമം. അപ്പോൾ വനേ കൃച്ഛ്രത ബുദ്ധി യഥാന വിപദ്യത, അങ്ങനെയുള്ള കൃച്ഛ്രത തപക്ലേശം കൊണ്ട് ബുദ്ധി ഭ്രമിച്ചു പോകാതിരിക്കണം. ആ തരത്തിൽ മാത്രം മനനശീലമായിട്ട് ഏകം വാ ദ്വൗ ചതുര അഷ്ടോ വാ ദ്വാദശബ്ദൻ 1, 2, 4, 8, 12 വർഷങ്ങൾ അങ്ങനെ ഈ കാട്ടിലങ്ങനെ ചരിക്കാന്ന് പറയുകയാണ്. യത് അകൽപ സ്വക്രിയായം വ്യാധിഭിർജരയാധവ അന്വീക്ഷിക്കാം വാ വിദ്യായം കുല്യാൽ അനസനാധികം. ഇങ്ങനെ
ഈ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വളരെയധികം ശരീരത്തിന് വളരെയധികം വിഷമുണ്ടാക്കുന്നതാണ്. അപ്പം അതിന് നല്ല മനോധൈര്യം വേണം. ആ മനോധൈര്യം ഇല്ലാത്ത സമയത്ത് അതുകൊണ്ടാണ് കുറച്ച് വർഷങ്ങളെന്ന് മാത്രം പറഞ്ഞു. ബുദ്ധി അതിൽ ഭ്രമിക്കാണ്ട് ധീരനായിട്ട് ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് അർത്ഥമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതാണ് ഏത് ആകൽപ്പ സ്വക്രിയായാം, ഇങ്ങനെ ഈ തരത്തിലെ രോഗങ്ങളാലോ വ്യാധിഭി അഥവാ അല്ലെങ്കിൽ വാർദ്ധക്യത്താലോ സ്വക്രിയ തൻ്റെ ഈ സ്വധർമ്മ ആചരണത്തിലോ ആത്മജ്ഞാനപരമായ വിദ്യയിലോ എപ്പോൾ അകൽപ്പം കഴിയാണ്ട് വരുന്നു, ആ സമയത്ത് അനശനാധികം കുര്യാൽ നിരാഹാര വ്രതമൊക്കെ എടുത്തിട്ട് ആ ശരീരം ത്യജിക്കാനുള്ള പരിശ്രമം നടത്തണം എന്ന് പറയുകയാണ്. ആത്മന്യഗ്നീൻ സമാരോപ്യ സന്യസ്യാഹം മമാത്മതം കാരണേഷു ന്യസേൽ സമ്യക് സംഘാതം തുയദാർഹത. എന്ത് ചെയ്യണം എന്നിട്ട് അഹം മമ ആത്മതാം സന്യസ്യ, അതായത് ഞാൻ എന്നും എൻ്റെ എന്നുള്ള ഈ ഭാവത്തിനെ മുഴുവൻ തള്ളിക്കളഞ്ഞിട്ട് അഗ്നീൻ ആത്മനി സമാരോപ്യ ഈ ത്രേതാഗ്നികളെ തന്നിൽ സമാരോപിപ്പിച്ചിട്ട് സംഘാതം യഥാർഹത സമ്യക് കാരണേഷു ന്യസേൽത്തു, തൻ്റെ ഈ സംഘാതം അതായത് ഈ ഭൗതിക ശരീരത്തെ അതാതിൻ്റേതനുസരിച്ച് അതിൻ്റെ കാരണങ്ങൾ, ശരീരത്തൊക്കെ കാര്യമാണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണങ്ങളുണ്ട്. അതായത് പഞ്ചഭൂതങ്ങളെ അഹങ്കാരത്തിലെ മഹത്വത്തിൽ ആ രീതിയിൽ മെല്ലെ മെല്ലെ ലയിപ്പിക്കണം എന്ന് പറയുകയാണ്. ഇനി അത് പറയും എന്താണ്? ഖേഖാനി വായൗ നിശ്വാസം തേജസ്യൂഷ്മാണമാത്മവൻ അപ്സ്വശ്ലേഷ്മഭൂയാനി ക്ഷിതൗ ശേഷം യദുത്ഭവം. അങ്ങനെ യോഗശക്തിയുള്ള അവൻ എന്ത് ചെയ്യണം? ഖാനി ശരീരസുഷിരങ്ങളെ ആകാശത്തിലും, നിശ്വാസാൻ പ്രാണാദികളെ വായുവിലും, അതായത് ഓരോ കാര്യത്തിനെയും അതാതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് അതാണ്. ഊഷ്മാണം ശരീരത്തിലെ ചൂടിനെ തേജസി അഗ്നിയിലും, അശ്ലേഷ്മ പൂയാനി ശരീരത്തിലെ ജലാംശങ്ങളുണ്ടല്ലോ രക്തം കഫം ജലം നീര് ഇവരേക്ക അപ്സു ജലത്തിലും, ശേഷം ബാക്കി അവശേഷിച്ചവയേക്ക ഭൂമിയിലും ക്ഷിതൗ യഥോത്ഭവം ഉൽപ്പത്തിയുടെ പ്രതിലോമ രൂപത്തില് ന്യസിക്കണം എന്ന് പറയുകയാണ്. എന്നിട്ടോ വാചമഗ്നോ സവക്തവ്യം ഇന്ദ്രിയേ ശില്പം കരാവവി പദാനി രത്യാവയസി രത്യോവസ്തം പ്രജാപതൗ മൃത്യോ പായും വിസർഗം ച യഥാസ്ഥാനം വിനിർദിശേൽ ദിക്ഷു ശ്രോതം സനാദേന സ്പർശമധ്യാത്മനി ത്വചം. ആദ്യം പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തിനെ പഞ്ചഭൂതങ്ങൾ ലഭിക്കുന്നു പറഞ്ഞു. ഇനി ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങളെ അതാതിൻ്റെ ഇതിലേക്ക് എങ്ങനെ ലയിപ്പിക്കണം എന്നാണ്. ഹേ രാജൻ, അതാത് അതിദേവതകളുണ്ടല്ലോ അവരിൽ എങ്ങനെ ലയിപ്പിക്കണമെന്നാണ് പറയുന്നത്. യഥാസ്ഥാനം സ്ഥാനപ്രകാരം സവക്തവ്യം പറയുക എന്ന കർമ്മസഹിതം, അതായത് വാക്ക് എന്നുള്ളത് തന്നെ വാക്കിന്ദ്രിയത്തെയും ആ വാക്കിന്ദ്രിയത്തെയും അഗ്നിയിൽ ലയിപ്പിക്കണം. ശില്പം കരങ്ങളുടെ കഴിവുണ്ടല്ലോ അതിനെ കരൂപി കൈകളെയും ഇന്ദ്രനിൽ ലയിപ്പിക്കണം. ഗത്യ ഗമനം, അത് ഗമനവും അതിൻ്റെ ഇന്ദ്രിയമായുള്ള പാദങ്ങളെയും കൂടിയിട്ട് വയസി വിഷ്ണുവിലും, രതിസുഖത്തോടെ ഉപസ്ഥം ആ ജനനേന്ദ്രിയത്തെ പ്രജാപതിയിലും, പായും ബുധത്തെ വിസർഗം വിസർജന കർമ്മത്തെയും മൃത്യുദേവതയിലും വിനിർദിശയിൽ ലയിപ്പിക്കണം. അങ്ങനെ ആ ഇന്ദ്രിയങ്ങളെയൊക്കെ അതിൻ്റെ ഇന്ദ്രിയ വിഷയങ്ങളോട് കൂടിയിട്ട് അതാത് ഇന്ദ്രിയ ദേവതകളിൽ അങ്ങനെ സന്യസിപ്പിക്കണം. പിന്നെയോ രൂപാണി ചക്ഷുഷാരാജൻ ജ്യോതിഷനിവേശയേൻ അപ്സു പ്രജേതസാജിഹ്വം ഗ്രേയഘ്രാണം ഖിലൗന്യസേ. പിന്നെ ഇതേമാതിരി തന്നെ ആ കർമ്മേന്ദ്രിയങ്ങളെ പറഞ്ഞു. ഇനി ജ്ഞാനേന്ദ്രിയങ്ങളാണ്. സനാദേന നാദസഹിതം ശ്രോത്രം ശ്രവണേന്ദ്രിയത്തെ ദിഗ്ദേവതകളിലും, ദിക്ഷു സ്പരിശത്തെ ത്വകീന്ദ്രിയത്തെയും, അധ്യാത്മനി അവയുടെ അധിഷ്ഠാനത്തിലുള്ള വായുവിലും, രൂപങ്ങളെ ചക്ഷുഷ നേത്രേന്ദ്രിയത്തോടെ ജ്യോതിസ്വരൂപമായിട്ടുള്ള സൂര്യനിലും അഭിനിവേശയിൽ വിലയിപ്പിക്കണം. ജിഹ്വാം രസനേന്ദ്രിയത്തെ പ്രചേതസ ആ രസനേന്ദ്രിയത്തിന്റെ ദേവതയായിട്ടുള്ള വരുണനോടുകൂടെ അപ്സു ജലത്തിലും, ഘ്രാണേന്ദ്രിയത്തെ ദേവതകളായ അശ്വിനി ദേവതകളോട് കൂടിയിട്ട് ഘ്രേയൈ ഗന്ധങ്ങളാൽ ഉപേക്ഷിതമായിട്ടുള്ള ഭൂമിയിലും ന്യസയിൽ ലയിപ്പിക്കണം.
മനോരഥൈശ്ചന്ദ്രേ ബുദ്ധിം ബോധ്യൈ കവൗ പരേ കർമ്മണ്യധ്യാത്മനാ രുദ്രേ യദഹം മമതാ ക്രിയ സത്വേന ചിത്തം ക്ഷേത്രജ്ഞേ ഗുണൈർവൈകാരികം പരേ. ഇനി അന്ധകരണ വൃത്തികളുടെ അതാണ് അതിന്റെ മനസ്സിനെ മനോരഥൈ മനസ്സിന്റെ വ്യാപാരങ്ങളോട് കൂടിയിട്ട് ചന്ദ്രേ മനസ്സിന്റെ ആയിട്ടുള്ള അതിദേവതയുള്ള ചന്ദ്രനിലും ബുദ്ധിയെ ബോധ്യൈ ബോധത്തിന് വിഷയമായിരിക്കുന്ന വിഷയങ്ങളോടുകൂടി പരേ കവൗ ബ്രഹ്മാവിലും കർമ്മങ്ങളെ ആധ്യാത്മന അതായത് അഹംഭാ തത്വത്തോടുകൂടി യദഹം മമത ഞാനെൻ്റെ എന്നുള്ള ഭാവം ഉണ്ടല്ലോ ക്രിയ, അതുകൊണ്ടാണ് കർമ്മങ്ങളിലാണ് അത് ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവത്തിന് കാരണക്കാരനായിട്ടുള്ള രുദ്രനിലും ചിത്തത്തെ സത്വേന ചേതനയോടുകൂടി ക്ഷേത്രജ്ഞെ ജീവാത്മാവിലും വൈകാരികം ആ ജീവാത്മാവിനെ ഗുണൈ പരേ ആ ജീവാത്മാവ് തന്നെയാണ് എല്ലാ ഗുണകാര്യങ്ങളോടൊപ്പം ആ പരമാത്മാവായിട്ടുള്ള ഭഗവാനിൽ അങ്ങോട്ട് ലയിപ്പിക്കണം. ഇങ്ങനെ അപ്സുക്ഷിതിം അപോജ്യോതിഷ്വതോ വായൗ നവശ്യമും കൂടസ്ഥേതമഹതി തദ്വ്യക്തേക്ഷരേ ചതൽ. അതിനുശേഷം നേരത്തെ പറഞ്ഞുള്ള ആ പഞ്ചഭൂതങ്ങളെ ഉണ്ടല്ലോ, ആ പഞ്ചഭൂതങ്ങളെ എന്ത് ചെയ്യണം? ക്ഷിതിം ഭൂമിയെ അപ്സു ജലത്തിലും ജലത്തെ ജ്യോതിസിലും അതായത് അഗ്നിയിലും അതിനെ വായുവിലും അമും വായുവിനെ നവസി ആകാശത്തിലും അതിനെ കൂടസ്ഥെന്ന് പറഞ്ഞാൽ അഹങ്കാര തത്വം ആ താമസ അഹങ്കാരത്വത്തിലും അതിനെ മഹത്വത്വത്തിലും അതിനെ അവ്യക്തയെ മൂലപ്രകൃതിയിലും അതിനെ അക്ഷരേജ ഒരിക്കലും ക്ഷരമാവാത്ത അക്ഷരമായിട്ടുള്ള പരമാത്മാവെങ്കിലും ലയിപ്പിക്കണം. ഇത്യക്ഷരതയാത്മാനം ചിന്മാത്രമവശേഷിതം ജ്ഞാത്വാദ്വയോധമിരമേൽ ദഗ്രയോലിവാനല. ഇപ്രകാരം അവശേഷിതം ചിന്മാത്രം ഈ ഭാഗ്യം എന്താ ബാക്കി അവശേഷിച്ചതൊക്കെ കഴിഞ്ഞു വെച്ചാൽ ചിതാകാരം മാത്രമായതും ആത്മാവുണ്ട്. ആ ആത്മാവിനെ അക്ഷരബ്രഹ്മമായിട്ടുള്ള പരമാത്മാവ് എന്ന നിലയ്ക്ക് ഭാവന ചെയ്തിട്ട് ദ്വന്ദ്വങ്ങൾക്കെല്ലാം അതീതനായവൻ ദഗ്രയോനി ഇന്ധനം കത്തിത്തീർന്നാലത്തെ അനല ഇവ അഗ്നി പോലെ പിന്നെ വിരമേൻ. അതായത് അക്ഷരബ്രഹ്മമായിട്ട് സങ്കല്പിച്ചിട്ട് സാധകൻ എന്ത് ചെയ്യും? വിറകെല്ലാം കത്തി ഒടുങ്ങിയാലത്തെ അഗ്നി പോലെ നിർവികൽപ്പ സമാധ്യാവസ്ഥയിൽ അങ്ങോട്ട് വിരമിക്കണം എന്നർത്ഥം. ഇതാണ് സാധന. ഇതൊരു സാധന മാത്രമാണ്. ആ സന്യാസിലൂടെയുള്ള മുക്തി വരൂ എന്ന് അടുത്ത അധ്യായത്തിൽ കാണാം. അതിനുള്ള സാധനയാണ് ഈ വാനപ്രസ്ഥാശ്രമത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ യുധിഷ്ഠിരനാരദ സംവാദേ സദാചാരനിർണയോ നാമ ദ്വാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.